ക്രിസ്തുമസ് വിചാരങ്ങളിലേക്ക് സ്വാഗതം. ഈ ക്രിസ്തുമസിനും ഒരുപാട് നോമ്പെടുത്തും സുഹൃത ജപങ്ങൾ ചൊല്ലിയും പരിത്യാഗ പ്രവൃത്തികൾ അനുഷ്ഠിച്ചും ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് നാം എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നത്തെ ദിവസം നമുക്ക് പരിശുദ്ധ അമ്മയെ കുറിച്ചൊന്ന് ചിന്തിച്ചാലോ? പരിശുദ്ധ ദൈവമാതാവ്, ദൈവം തന്റെ സ്വപുത്രനെ ഭൂമിയിലേക്ക് അയക്കാനായി തിരഞ്ഞെടുത്ത കന്യക, ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യോവാക്യമിന്റെയും അന്നയുടെയും മകളായി ജനിച്ച മറിയം, സ്വർഗത്താൽ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളിക്കപ്പെട്ടു. ദൈവസ്നേഹത്തിന്റെ മാതൃത്വ ഭാവമായ പരിശുദ്ധ അമ്മയെ കാൽവരിയിലെ കഠോര വേദനകൾക്കിടയിലും ഈശോ നമ്മുടെ അമ്മയായി നമുക്ക് സ്വന്തമായി നൽകി. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 963 ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവത്തിന്റെയും രക്ഷകന്റെയും അമ്മയായി അംഗീകരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന മറിയം ക്രിസ്തുവിന്റെ മൗലിക ശരീരത്തിലെ അവയവങ്ങളുടെയും അമ്മയാണ്. സഭയുടെ ശിരസായ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളായ ഓരോ വിശ്വാസിയുടെയും ജനനം സാധ്യമാക്കുന്നതിൽ പരിശുദ്ധ അമ്മ സ്നേഹത്തോടെ സഹകരിച്ചു. ഒരുപാട് ഗുണങ്ങളുടെ വിളനിലമാണ് പരിശുദ്ധ അമ്മ. പരസ്നേഹത്തിന്റെ, ദൈവസ്നേഹത്തിന്റെ, എളിമ, വിനയം, അനുസരണം തുടങ്ങിയ എല്ലാ പുണ്യങ്ങളുടെയും വിളനിലമാണ് പരിശുദ്ധ കന്യകാമറിയം. സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ് ദൈവമാതാവായ പരിശുദ്ധ അമ്മ. ഈ ഗോവണി വഴി ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മനുഷ്യനെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ടു പോകാനാണെന്ന് സഭാപിതാവായ മാർ അംബ്രോസ് നിർത്തുന്നു. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ അഭിലാഷം സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നത് തന്നെയാണ്. സ്വർഗത്തിലേക്കുള്ള ഈ യാത്രയിൽ നമ്മെ വഴിതെറ്റാതെ നടത്തുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. വേദപാരംഗതനായ തോമസ് അക്വിനാസ് പറയുന്നു: കപ്പലിലെ സഞ്ചാരികൾക്ക് ദിശ കാണിക്കുന്ന കടലിലെ പ്രകാശ ഗോപുരം പോലെയാണ് ഒരു ക്രൈസ്തവന്റെയും യാത്രയിൽ പരിശുദ്ധ അമ്മ കൂടെയായിരിക്കുന്നത്. അനുസരണത്തിന്റെ പര്യായമാണ് പരിശുദ്ധ അമ്മ. പിതാവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി ജീവിച്ച പരിശുദ്ധ അമ്മയെ ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്ത അറിയിക്കുമ്പോൾ അത് ഹൃദയത്തിൽ സ്വീകരിക്കുകയും ഉദരത്തിൽ അതിന് ജീവൻ കൊടുക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മ ഈ ഒരു കാര്യത്തിന് ഒന്നുകൂടി ചിന്തിക്കേണ്ടതായി വന്നു എന്ന് തോന്നുന്നില്ല. കാരണം പരിശുദ്ധ അമ്മ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ ആ മറുപടിയിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. തന്റെ ഇളയമ്മയായ എലിസബത്ത് ഗർഭിണിയാണെന്ന വാർത്ത കേട്ടപ്പോൾ തിടുക്കത്തിൽ അവരെ സന്ദർശിച്ച് അവർക്ക് 3 മാസം ശുശ്രൂഷ ചെയ്ത പരിശുദ്ധ അമ്മയുടെ ഒരു പരസ്നേഹത്തിന്റെ മുഖഭാവം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ബെത്ലഹേമിലേക്കുള്ള തന്റെ ദുരിതപൂർണമായ യാത്രയിലും യാതൊരു പരാതിയോ പരിഭവമോ കൂടാതെ ദാരിദ്ര്യത്തിന്റെ നടുവിൽ സ്വപുത്രന് ജന്മം നൽകുന്ന പരിശുദ്ധ അമ്മ പുണ്യത്തിന്റെയും വിനയത്തിന്റെയും മറ്റൊരു മുഖഭാവമാണ്. നമുക്കും നമ്മുടെ യാത്രയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗത്തിന്റെ പടികൾ ഒന്നൊന്നായി ചവിട്ടിക്കയറാം. ഈ ക്രിസ്തുമസിനെ എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.